അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസ് ചെയർമാനായി പ്രവർത്തിച്ച ശ്രീ സജി എബ്രഹാം, ഈ കേരള സമാജത്തിൻ്റെ സെക്രട്ടറിയും അതേസമയം തന്നെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 21 വർഷം പൂർത്തിയാകുന്ന 11ാമത് കോൺഫറൻസിലെ സുവനീർ ചീഫ് എഡിറ്ററുമായിരുന്ന ശ്രീ മാത്തുക്കുട്ടി ഈശോ, മന്ത്ര എന്ന സംഘടനയുടെ ട്രസ്റ്റി ബോർഡ് ചെയർമാനും ഈ സംഘടനയുടെ ട്രഷററുമായ അറ്റോർണി വിനോദ് KRK, മറ്റ് സംഘടനാ ഭാരവാഹികളെ, അംഗങ്ങളെ, ആദ്യമായി തന്നെ ഈ കുടുംബ സംഗമത്തിലേക്ക് എന്നെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ പറയുകയാണെങ്കിൽ കുടുംബത്തിലെ ഒരു അംഗം മാത്രമാണ് ഞാൻ. ഈ സംഘടനയുടെ നിരവധി പ്രോഗ്രാമുകളിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒരിക്കലും മുഖ്യാതിഥിയായി വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ട് എല്ലാ വർഷങ്ങളിലും പ്രോഗ്രാമുകൾക്ക് ഞാൻ വരുമായിരുന്നു. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ഇവിടെ നോർത്ത് അമേരിക്കയിൽ 2003 ലോഞ്ച് ചെയ്ത അന്ന് മുതൽ ഏഷ്യാനെ റെപ്രസെന്റ് ചെയ്ത് വന്നു. പിന്നെ പ്രവാസി ചാനലിനെ റെപ്രസെന്റ് ചെയ്ത് വന്നു, ഈ മലയാളിയെ റെപ്രസെന്റ് ചെയ്ത് വന്നു. അങ്ങനെ നിരവധി വർഷങ്ങളായിട്ട് ഞാൻ ഈ സംഘടനയുടെ ഭാഗമാണ്. ഇതിന്റെ മുൻകാല പ്രസിഡന്റുമാരെല്ലാവരുമായിട്ടും ഒരു ബന്ധം ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നിവിടെ വന്നപ്പോൾ ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ഞാനിവിടെ വന്നിരുന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്ലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ എൻ്റെ കയ്യിൽ പ്രോഗ്രാമിന്റെ ഔട്ട്ലൈൻ ശ്രീ മാത്തുക്കുട്ടി ഈശോ ഹാൻഡ് ഓവർ ചെയ്തു. ഞാനപ്പോൾ അതിന്റെ ടൈമിംഗ് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ യൂഷ്വലി ഏറ്റവും വലിയൊരു പ്രശ്നം ഞങ്ങളെ പോലുള്ള മീഡിയ പ്രസന്റ് അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:30 ആകാതെ തുടങ്ങുന്ന പതിവില്ല. ഇവിടെ കൃത്യമായിട്ട് 6:45 തുടങ്ങുമെന്ന് പറഞ്ഞു. 6:45 ആയപ്പോൾ ശ്രീമാൻ മാത്തുക്കുട്ടി ഈശോ ഇവിടെ സ്റ്റേജിലുണ്ടായിരുന്നു. തുടങ്ങി. ഞാനിങ്ങനെ ടൈം വെറുതെ നോക്കിയതാണ്. നോക്കുമ്പോൾ ഓരോ പ്രോഗ്രാമും ആ എക്സാക്ട് ടൈമിൽ തന്നെയാണ് തുടരുന്നത്. അപ്പൊ ഞങ്ങള് ഓൾവേസ് വിചാരിച്ചിരുന്നു ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയാണ് എല്ലാ കാര്യങ്ങളും സമയം കീപ്പപ്പ് ചെയ്ത് കോൺഫറൻസ് 3 ദിവസത്തെ കോൺഫറൻസ് നടന്നു വിചാരിച്ചു. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പറയും, നോർത്ത് അമേരിക്കയിലുള്ള സംഘടനകളെല്ലാം കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിനെ ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ഒരിടത്തും പോയി ഈ പ്രോഗ്രാമുകൾ ടൈമിൽ തുടങ്ങി കണ്ടിന്യൂ ചെയ്ത് കണ്ടിട്ടില്ല. അതിന് ഇതിന്റെ നടത്തിപ്പുകാരുടെ എല്ലാവരോടുമുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. 3 പതിറ്റാണ്ടായിട്ട് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നുവെങ്കിലും 4 പതിറ്റാണ്ടായി നോർത്ത് അമേരിക്കയിലെ സാമൂഹിക സാംസ്കാരിക സംഘടനകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഏറ്റവും അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു സംഘടനയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക്. ഇതിന്റെ മുൻ പ്രസിഡന്റുമാരെല്ലാവരും അവരവരെഴുതുന്ന സമയങ്ങളിലെല്ലാം വൻപിച്ച പ്രവർത്തനങ്ങൾ കാണിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ ഒരു അനുഭവം, കഴിഞ്ഞ 3 വർഷം മുമ്പ് പോൾ ജോസ് അന്ന് പ്രസിഡന്റായിരുന്നു. ഇവിടെ 50th ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ നടത്തിയ അതിൽ ഞാൻ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അന്ന് പ്രവാസി ചാനൽ ഈ മലയാളി സമ്പൂർണ്ണ കവറേജ് കൊടുക്കാൻ അന്നൊത്തു. അത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഇത്ര ഭംഗിയായിട്ട് കേരള സമാജം ഓഫ് ന്യൂയോർക്ക് 50ാമത്തെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ നടത്തിയായിട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എല്ലാവർക്കും ഓർമ്മ കാണും. ഇത്ര ഭംഗിയായിട്ട് പ്രോഗ്രാം നടത്തിയിരുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയും സംഘടനകളുമായി തുടക്കം മുതലുള്ള അഭേദ്യമായ ബന്ധം
അനുസ്യൂതം ഇപ്പോഴും തുടരുന്നു. ഇന്ത്യ പ്രസ് ക്ലബിന്റെ എല്ലാ മാധ്യമ കോൺഫറൻസിനും ഇന്ത്യ പ്രസ് ക്ലബിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളെയും ഈ നോർത്ത് അമേരിക്കയിലുള്ള സംഘടനകൾ അകമഴിഞ്ഞ് സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ സംഘടനകളുടെ സംഘടനയായ ഫോക്കാനായി, ഫോമ, WMC അങ്ങനെ നിരവധി കേന്ദ്ര സംഘടനകളും ഇന്ത്യ പ്രസ് ക്ലബിനെ സഹായിക്കാറുണ്ട്. എന്നോട് ചോദിക്കും, ഫോമയുടെ മീറ്റിങ്ങിന് മുമ്പ് എന്നോട് പെട്ടെന്ന് ചോദിക്കും, ഓ സുനിൽ ഫോമയിലാണല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ സംഘടനയിലും ഫോക്കാനൊക്കെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, WMCയുടെ മീറ്റിങ്ങിന് പോകുമ്പോൾ അവർ ചോദിക്കും. അപ്പം മാധ്യമ പ്രവർത്തകര് എല്ലാ സംഘടനകളുടെയും സപ്പോർട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 2003 ഏഷ്യാനെറ്റ് അമേരിക്കയിൽ ആദ്യമായി ലോഞ്ച് ചെയ്തതിന് ശേഷം US വീക്ക്ലി റൗണ്ടപ്പ് എന്നൊരു പ്രോഗ്രാം, നോർത്ത് അമേരിക്കയിലെ മലയാളികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാം US വീക്ക്ലി റൗണ്ടപ്പ് അന്നത് നിർമ്മിച്ച് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുന്നിൽ ഈ പ്രോഗ്രാം എത്തിച്ചപ്പോൾ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ ന്യൂയോർക്കിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങൾ ഈ US വീക്ക്ലി റൗണ്ടപ്പിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ കാണിക്കുവാനും അമേരിക്കൻ മലയാളികളുടെ സ്പന്ദനങ്ങൾ എല്ലാവരെയും കാണിക്കാനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചു. അങ്ങനെയാണ് ഈ സംഘടനകളും മാധ്യമമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ്. അമേരിക്കൻ മലയാളികൾക്ക് കേരള സമാജം പോലെയുള്ള സംഘടനകളുടെ പ്രസക്തി വളരെ വലുതാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. കേരളത്തിന്റെ പൈതൃകം, കേരളത്തിന്റെ തനിമ, സംസ്കാരം, പ്രായമുള്ളവരെ ബഹുമാനിക്കാനുള്ള മനസ്ഥിതി, നമ്മുടെ തനതായ കലകൾ, നമ്മുടെ കുട്ടികൾക്ക് ചെറുതായെങ്കിലും മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരങ്ങൾ, ഇതോടൊപ്പം തന്നെ കുടുംബങ്ങളുടെ മാഹാത്മ്യം, കുടുംബ ബന്ധങ്ങളുടെ പ്രസക്തി, ഇവയെല്ലാം തന്നെ കേരള സമാജം പോലുള്ള സംഘടനകളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. ഈ കുടുംബം, ഇന്നത്തെ ഈ കുടുംബ സംഗമം തന്നെ അതിനൊരു മകുടോദാഹരണമാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടനകളെ പിളർക്കുന്നവരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് പുതിയ അസോസിയേഷൻ രൂപീകരിക്കുക എന്നതാണ്. കേന്ദ്ര സംഘടനകൾക്ക് അംഗസംഘടനകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ചുരുക്കം പേരെ മാത്രം കൂട്ടി പുതിയ തട്ടിക്കൂട്ട് സംഘടനകൾ വളരുന്നത് കാണുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ള സംഘടനകളുടെ അംഗബലം കൂട്ടാനും സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ശ്രമിക്കണമേ എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായമായിട്ട് പറയാനുള്ളത്. 1-2 കാര്യം കൂടി മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ യുവജനങ്ങളെ മുഖ്യധാര രാഷ്ട്രീയ രംഗത്തെ കൊണ്ടുവരുവാൻ നമ്മൾ വഴികാട്ടികൾ തന്നെ ആയേ തീരും. അതിന് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒരു എളിയ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോടെല്ലാമുള്ള എൻ്റെ അഭ്യർത്ഥന, ശരിയേത് തെറ്റേതെന്നറിയാത്ത ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പരമ്പരാഗതമായ പത്രമാധ്യമങ്ങളെ, ദൃശ്യമാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ കൂടുതലായി ശ്രമിക്കണമേ. കേരള സമാജവും അതിനായി ശ്രമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് AI എന്ന ടെക്നോളജിയുടെ വളർച്ച എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാതെ വയ്യ. AI ടെക്നോളജി ഏറ്റവും ഹോപ്പ്ഫുൾ ആണെങ്കിലും അതിലേറെ ആശങ്ക ബാക്കി വെക്കുകയാണ്. ഞാൻ ഈ ഫീൽഡിലായിട്ട് ഏകദേശം 30 വർഷമായി. ഇപ്പോൾ ചില വീഡിയോകൾ, സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോകൾ കാണുമ്പോൾ
ഞെട്ടിപ്പോവാണ്. കാരണം ഗ്രാഫിക് എന്താണ്, ആനിമേഷൻ എന്താണ്, വീഡിയോ ആനിമേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോകൾ കാണുമ്പോൾ ഞെട്ടിപ്പോവാണ്. നമുക്കൊരിക്കലും പറയാനൊക്കത്തില്ല ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്നുള്ളത് പറയാനൊക്കാത്ത അവസ്ഥയിലാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ന്യൂസുകൾ നിങ്ങൾ കാണുമ്പോൾ ഏത് ശരി ഏത് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രയാസം ഇപ്പോൾ ഉണ്ടാവും. വീണ്ടും പറയുന്നത്, പരമ്പരാഗതമായ മാധ്യമ സ്ഥാപനങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിലും കഴിഞ്ഞ 30 വർഷമായി നോർത്ത് അമേരിക്കൻ മലയാളികളുടെ സുപ്രഭാതം എന്നറിയപ്പെടുന്ന ഈ മലയാളിയുടെയും 15ാം വർഷത്തിലും അഭംഗുരം തുടരുന്ന നോർത്ത് അമേരിക്കൻ മലയാളികളുടെ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന പ്രവാസികളുടെ സ്വന്തം ചാനൽ പ്രവാസി ചാനലിന്റെ പേരിൽ ഈ കുടുംബസംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിന്റെ എല്ലാ ഭാരവാഹികളോടുള്ള നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Sunil Presta, for those beautiful words. അടുത്തതായി, I would like to invite up another songbird, Miss Merikutti Michael, to the stage. She's also a Kerala Samaj member and a FOMA National Committee member. So please put your hands together. Fokana, my fault. Fokana National Committee member. I'm so sorry. So please, let's put together our hands to invite her up onto the stage.